ഹാപ്പി ബർത്ത്ഡേ. എടാ നിന്നെ കാണുന്നില്ല, നീ എന്തേത്? എടാ എന്തോ നിന്റെ നെറ്റിയിലും കയ്യിലും ഒക്കെ? നീ കട്ടിലേന്ന് വല്ലതും വീണോ? ഇന്നലെ 11 മണിക്ക് ഫോൺ വെച്ചപ്പോ കിടക്കാൻ പോവാന്നല്ലേ പറഞ്ഞേ? ഞാൻ നീ പേടിക്കണ്ടെന്ന് വിചാരിച്ച് പറയാത്തതാ. ഇന്നലെ രാത്രി അതിനുശേഷം ബൈക്കിൽ നിന്ന് വീണു. സാരമില്ല, I'll be better in a week. അപ്പൊ ഇന്നത്തെ ഡേറ്റോ? മിസ്റ്റർ മറന്നു അല്ലേ? ബർത്ത്ഡേ എന്റെ അല്ലേ, അപ്പൊ സർപ്രൈസ് തരേണ്ട നിന്റെ ഉത്തരവാദിത്തമല്ലേ? എന്നാ നീ അവിടെ തുരുമ്പിച്ചങ്ങിരുന്നോ, ഞാൻ പൊക്കോളാം. പിന്നെ വീണത് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഐ ഹേറ്റ് യു. ഇവളുടെ കാര്യം. ചേട്ടാ എന്താ മാഡം? ഫോൺ നോക്കാനായിരുന്നു. ലേറ്റസ്റ്റ് മോഡൽസ് ഒന്ന് കാണിക്കോ? ഇപ്പൊ എടുക്കും. അമ്പോ, അതൊക്കെ പോട്ടെ, ഫോൺ എങ്ങനെ കൊടുക്കും? ഇന്ന് നൈറ്റ് നമ്മൾ അവനെ കാണാൻ പോകും. എവിടെ? അവന്റെ വീട്ടില്. രാത്രിയോ? ആ, ഞാനെന്നുള്ള തനിയെ പോയാ മതി. നിക്ക് പറയട്ടെ. നീയല്ല എന്റെ ഡ്രൈവർ. എനിക്കാണെങ്കിൽ വണ്ടിയും ഇല്ല, ലൈസൻസും ഇല്ല. എനിക്ക് സൗകര്യവും ഇല്ല. ഇതാ മാഡം, ഇത് പുതിയതാ. ഇപ്പൊ ഇത് നോക്ക്, ഇത് നല്ലല്ലേ? നല്ലതാ, ഇത് കൊള്ളാം, ഇതെടുക്കാം. ചേട്ടാ മാഡം, ഇതെടുത്തോ. ക്രിസ്മസ് ഓഫർ ഉണ്ട്. എന്റെ ചേട്ടാ ഒരു ഹെഡ്ഫോൺ താ. സോറി മാഡം, ഇതാ ഗിഫ്റ്റ്. ചേട്ടൻ എന്റെ മോൻ കണ്ടിട്ട് എന്തെങ്കിലും സന്തോഷം തോന്നുന്നുണ്ടോ? ഇത്രേ കമ്പനി തരുന്നുള്ളൂ. പ്ലീസ് ചേട്ടാ. അതെ, ഇത് ഞാൻ ഇട്ടോളാം. ഓഫീസിൽ പോകുമ്പോ ചോറുണ്ടാവല്ലോ. ഇവളെ കൊണ്ട് അതെ, നീ അവനും കൂടി എന്തെങ്കിലും കാണിക്ക്. അടുത്ത മാസം എന്റെ കല്യാണം. ഞാൻ നിന്നെ രാത്രി അവിടെ എങ്ങാനും കൊണ്ടുവന്നാക്കുന്നത് ആരെങ്കിലും കണ്ട് നാട്ടുകാർ മൊത്തം എന്റെ കല്യാണം മുടങ്ങി. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കല്യാണം മോളെ, എനിക്കൊന്നും പറ്റില്ല മുടക്കാൻ. ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ, ഇതൊക്കെ ഒരു ത്രില്ലല്ലേ? പിന്നെ പാതിരാത്രി ചെക്കൻ്റെ വീട്ടിൽ മതിലും ചാടി പോകുന്നതല്ലേ ത്രില്ല്. നിന്റെ എൻഗേജ്മെന്റ് മുന്നേ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ, അത് ഓർത്താ നല്ലത്. അത് ഓർത്തിട്ടാ ഞാനിപ്പോ ഇവിടെ എന്തെങ്കിലും ഇരിക്കുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കേ, ഇന്നെങ്ങാനും അവൻ എന്നെ കാണാണ്ട് അവനോട് ദേഷ്യമായി, ബ്രേക്കപ്പ് ആയി, ഞാൻ നിന്റെ കല്യാണത്തിന് വരാണ്ട് ആകെ സെന്റിയായി, നിന്റെ മതി, നിനക്ക് മതിലടിയാ പോരെ? ഞാൻ കൊണ്ടുപോവാം. അല്ല, അതൊക്കെ പോട്ടെ, എന്താ പ്ലാൻ? മതിലടാൻ അറിയോ? പിന്നെ എനിക്ക് പണ്ട് അതായിരുന്നല്ലോ പണി. പിന്നെന്ത് ചെയ്യും? നമ്മൾ ഇന്ന് രാത്രി നേരെ അങ്ങോട്ട് ചെല്ലുന്നു. എന്നിട്ട് നീ എന്നെ അവിടെ കൊണ്ടാക്കിട്ട് പോവും. ഞാൻ തന്നെ മതില് ചാടി കോണിപ്പടി കയറി മേളിലെത്തിയിട്ട് അവനെ വിളിച്ച് സർപ്രൈസ് ആയിട്ട് ഐഫോൺ അങ്ങോട്ട് കൊടുക്കും. അവന് ഹാപ്പി, ഞാൻ ഹാപ്പി, നീ ഹാപ്പി, എല്ലാവരും ഹാപ്പി. നടന്നാ മതിയായിരുന്നു. നടക്കുമല്ലേ? നടക്കും. അതെ, ഇത് കുറെ നേരമായാലോ. വഴി തന്നെയാണോ? നീ ഒന്ന് എന്നെ വിളിച്ചു നോക്കിയേ, എന്നിട്ടാ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ പറ. എടിവനെ എടുക്കുന്നില്ല, ഉറങ്ങിന്ന് തോന്നുന്നു. അതെ, നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വന്നില്ലേ? ഫോൺ വെക്ക്, ഫോൺ വെക്ക്, ഫോൺ വെക്ക്. മറന്നുപോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? എടി, ഇവിടെ അടുത്തൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ പോകുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും, അവിടെ നിന്ന് റൈറ്റ്. അങ്ങനെ എന്തോ പോകുമ്പോഴാണ് വഴി. പക്ഷേ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നാണ് എനിക്കൊരു ഡൗട്ട്. അത് ശരി, അപ്പൊ ഇതിനും കൂടെ വന്നിട്ടുണ്ടല്ലേ? അത് വിജുവിന്റെ കൂടെ. അത് പക്ഷെ പകലല്ലേ. എന്നൊരു കാര്യം, ഇപ്പൊ രാത്രിയായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് പകൽ വരാം. നീ ഒരുമാതിരി വലിച്ച കോമഡി അടിക്കല്ലേ. നീ എന്നാ ആ മാപ്പ് ഓൺ ചെയ്യ്, വെറുതെ കൺഫ്യൂഷൻ ആക്കണ്ട. എന്നാ പോ, അങ്ങോട്ട് പറയാം. ആ, അങ്ങോട്ട് തന്നെയാ. ഇതാണോ? ഇതാണോ? ആ, ഇവിടെ ഒരു ലെഫ്റ്റ്. ഉറപ്പാണോ? സൂം ചെയ്ത് നോക്ക്, സൂം ചെയ്ത് നോക്കിയേ. ഇത് തന്നെയാണോ? ആ, ഇവിടെ നിന്ന് ലെഫ്റ്റ്. ആ, ഇതന്നെ. നിർത്തി. ഉറപ്പാണോ? ഉറപ്പാ. എന്നിറങ്ങിപ്പോ. അതെ, ഞാനൊരു റൈഡ് പോയിട്ട് വരാം, എന്നിട്ട് നീ വിളിക്കുമ്പോ വരാം. ഓക്കെ ശരി. എന്റെ പൊന്നു മോളെ, ഇവിടെ നാട്ടുകാരെ മൊത്തം അറിയിക്കാതെ ഒന്ന് നീ പൊക്കോ, ഞാൻ വിളിക്കാൻ തന്നെ.
ഈ വില്ലൻ താനേതാ എന്തോടെ പരിപാടി? ഇവിടെ ഇങ്ങനെ ഏ ഞാനവിടെ ബാഗില് ഗിഫ്റ്റ്. ഉം? അല്ല, ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് കുമാരൻ. എന്താ? ഓ, ചേട്ടനല്ലേ കുമാരൻ? അതാ ഞാനാ ഞാൻ കുമാരൻ. 8 മണിക്ക് വന്നതാ ചേട്ടനെ അന്വേഷിച്ച്. ആൾക്കാരിപ്പോ വരൂന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതാ. എന്തിന്? ആ, ആ, ആ. താൻ എന്താ ഈ സമയത്ത് ഇവിടെ? ഉം? ഉം. ചേട്ടൻ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചില്ലേ? കടയിന്ന് സാധനം ആ, വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആണാ? ആ, അതിന് നറുക്കെടുപ്പിന് ചേട്ടനാ സമ്മാനം അടിച്ചേ. ഏ സമ്മാനോ? ആ, ഞാനത് കൊണ്ടുതരാൻ വേണ്ടിട്ട് വന്നതായിരുന്നു. അല്ലെങ്കിലും ഞാൻ അവളോട് പറഞ്ഞായിരുന്നു സമ്മാനം അടിക്കുമെന്ന്. സമ്മാനം അടിച്ചല്ലോ, സമ്മാനം അടിച്ചല്ലോ. ഐഫോണാ? ആ, 1.5 കിലോ ഏതൊക്കെ ഐഫോൺ. സമ്മാനം അടിപൊളി. ശരിക്കും സമ്മാനമല്ലേ? ഐഫോണേ കേട്ടോ. ആ. ശരിയാണ്, സമ്മാനമുള്ളല്ലേ? ആ. കാലമാടൻ്റെ ഐഫോണും കൊണ്ടുപോയി. എനിക്കൊന്നും ഉറക്കൂല്ലേ. അമ്മ. ഉഫ്. ആരുമില്ലല്ലോ അല്ലേ? അവനിത് വല്ലതും അറിയണോ? എൻ്റെ ഐഡിയ ആയിപ്പോയി. ഒരു ഐഡിയ അറിയ എത്രയും പാടോ. ഹലോ. എന്താ ഒരറക്കം? ഓ, ഭയങ്കര വേദനയാ. നീ എവിടാ? നിനക്കൊന്നും അറിയണ്ടല്ലോ. അതെ, എനിക്കൊന്നും അറിയണ്ടല്ലോ. ഞാനിവിടെ സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുക. ആയിക്കോട്ടെ. ഇയാളിപ്പോ എന്തിനാണ് എന്നെ വിളിച്ചത്? ഇവിടെ നല്ല മഴ. ഇവിടെ നല്ല ചൂടാണ്. എങ്ങനെ? സോ ഇനി എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പറയുന്നത് നീ ചെയ്യണം. അതിൽ നോ എക്സ്ക്യൂസ്. ഓക്കെ, ബട്ട് വേഴ്സ് മൈ ഗിഫ്റ്റ്? ഒന്ന് തുറന്ന എൻ്റെ കൈ. bathroom. എന്തോ